ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം LDF യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ തീരുമാനിക്കും. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപർണ KS വിവരങ്ങൾ നൽകുന്നു. ധനേഷ്, LDF യോഗം ഇവിടെ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ആരംഭിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 4 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. പിണറായി വിജയനും ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരെ എന്തൊക്കെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അടക്കം ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ചയാവുന്നതായിരിക്കും. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ 3 മാസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞ 101 ദിവസങ്ങൾക്ക് ശേഷമാണ് LDF യോഗം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് തന്നെ. CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം വീണ്ടും ഇന്ന് ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഒരു കാരണവശാലും ആ സ്ഥാനം വിട്ടു നൽകില്ല എന്ന നിലപാടാണ് CPM-നുള്ളത്. എന്തായാലും ഇന്ന് വളരെ വലിയ വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയം എല്ലാ കക്ഷികളും പഠിച്ചതിന് ശേഷം ഒരു യോഗം വെക്കും എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഈ യോഗം നീണ്ടു പോകാനായിട്ട് ഇടയായത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം ഇന്നത്തെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ തിരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേന്ദ്ര കമ്മിറ്റി അടക്കം സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ വിലയിരുത്തപ്പെടും. ശരി.